السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള 2025 മാർച്ച് മാസം 7-ാം തീയതി റമദാൻ മാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് നൽകിയ പാഠങ്ങളിൽ റമദാൻ എന്തെല്ലാം പ്രയോജനങ്ങളാണ് മാനവരാശിക്ക് കൊണ്ടുവരുന്നത് എന്ന് പ്രവാചക വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റമദാൻ നമുക്ക് നൽകാമെന്ന് പറയുന്ന അനേകം അനുഗ്രഹങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേട്ടു. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ നമുക്ക് റമദാൻ സമ്മാനിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അത് ലൈലത്തുൽ ഖദർ ആണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി. നമ്മുടെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും ഈ മാസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി അതിലുണ്ട്. ആരാണോ ഇതിൻ്റെ നന്മ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, അവൻ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തി കളഞ്ഞവനെ പോലെയാണ്. 1000 മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു രാത്രി പരിശുദ്ധ റമദാൻ മാസത്തിൽ ഉണ്ടായിരിക്കെ അതിനെ നമുക്ക് ചുരുക്കി റമദാൻ മാസത്തിലെ അവസാനത്തെ 10 അതിലെ ഒറ്റരാവുകളിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമുക്ക് അവസാനം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു ദിനത്തെ നമുക്ക് എങ്ങനെ സജീവമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഓരോ സത്യവിശ്വാസിയും ചിന്തിക്കേണ്ടതാണ്. അതുപോലെ പരിശുദ്ധമായ റമദാൻ മാസം നൽകുന്ന മറ്റ് സവിശേഷമായ ചില കാര്യങ്ങൾ. റമദാൻ കാലയളവിൽ എല്ലാ ദിവസവും പകലും രാത്രിയിലും നരകാഗ്നിയിൽ നിന്ന് ജനങ്ങളെ അല്ലാഹു മോചിപ്പിക്കുന്നു. അതിൻ്റെ ഏതളവിലാണ്, എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ റമദാൻ മാസത്തിലെ രാവിലും പകലിലും അല്ലാഹു ജനങ്ങളെ നരകാഗ്നിയിൽ നിന്നും മോചിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ മാസ കാലയളവിൽ അല്ലാഹു നരകാഗ്നിയിൽ നിന്ന് ജനങ്ങളെ എല്ലാ ദിവസവും രാവും പകലും മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ചില പ്രത്യേകമായ ഔദാര്യ പ്രകടനം മനുഷ്യർ കാണിക്കുന്നു.
ചില സന്ദർഭങ്ങളിൽ നമ്മളോട് എന്ത് മോശമായ പ്രവൃത്തി ചെയ്ത് എങ്കിലും അവർക്കും ഔദാര്യത്തിൻ്റെ ഒരു കൈ നീട്ടിക്കൊടുക്കുന്ന സ്വഭാവം മനുഷ്യരിലും കാണാവുന്നതാണ്. ഇതുപോലെ അല്ലാഹു തആല അവൻ ഏറ്റവും മഹത്വപ്പെടുത്തിയ മാസമായ റമദാൻ മാസത്തിൽ അന്ന് അവൻ വളരെ വലിയ ഔദാര്യം കാണിക്കുന്നു എന്നാണ് നാം ഇതിൽ നിന്ന് നരകാഗ്നിയിൽ പ്രവേശിക്കുവാൻ അർഹതപ്പെട്ട അനേകരെ അത്തരം റമദാൻ മാസത്തിൻ്റെ രാവുകളിലും പകലുകളിലും മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രവാചക വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ്റെ പ്രഥമ രാത്രി സമാഗതമാകുന്നതോടെ പിശാചുക്കളും അനുസരണയില്ലാത്ത ജിന്നുകളും ചങ്ങലക്കിടപ്പെടുന്നതാണ്. അതിൻ്റെയും ആഴങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. എന്നിരുന്നാലും ഈ റമദാൻ്റെ മഹത്വത്തിൽ അന്ന് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായി അനുസരണയില്ലാത്ത ജിന്നുകളെയും അതുപോലെ അനുസരണയില്ലാത്ത പിശാചുക്കളെയും ചങ്ങലക്കിടപ്പെടുന്നതാണ്. നരകവാതിലുകൾ അടയ്ക്കപ്പെടുന്നതാണ്. നരകത്തിൻ്റെ ഒരു വാതിലും തുറക്കപ്പെടുന്നതല്ല. അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ മൂലം ഈ പിശാചുക്കൾക്കും ജിന്നുകൾക്കും അക്രമികളായ പിശാചുക്കൾക്കും അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥാവിശേഷമാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നതാണ്, സ്വർഗത്തിൻ്റെ ഒരു വാതിലും അടയ്ക്കപ്പെടുന്നതല്ല. അപ്പോൾ അന്ന് ഈ റമദാൻ മാസത്തിലെ പകലുകളും രാത്രികളിലും അല്ലാഹു തആല സ്വർഗവാതിലുകൾ തുറന്നിടുകയാണ്. അവിടെ പ്രവേശിക്കുന്നതിനുള്ള വഴികൾ അല്ലാഹു തുറന്നു വച്ചിരിക്കുന്നു. അപ്പോൾ അത് അടയ്ക്കപ്പെടുന്നതേ അല്ല. അപ്പം രാവും പകലും ആ സ്വർഗവാതിലുകളിലൂടെ നമുക്ക് കടന്നു പോകുന്നതിനുള്ള അവസരമാണ് അല്ലാഹു ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു വിളിയാൾ വിളിച്ചു പറയുന്നതാണ്, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വരൂ, നീ തിന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനെ അത് നിർത്തുക. അപ്പോൾ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ, തിന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ അത് നിർത്തൂ എന്ന് ഒരു വിളിയാൾ വിളിച്ചു പറയുന്നുണ്ട്. ആ ശരീരം നമുക്ക് നമ്മുടെ കാതുകളിൽ ശരിക്കും കേൾക്കേണ്ടത് തന്നെയാണ്. നമ്മെ പകലുകളിൽ ഈ റമദാൻ മാസത്തിൽ നമ്മോട് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. നമ്മൾ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കേണ്ടതാണ്. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അത് ചെയ്തുകൊള്ളൂ, നിങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലങ്ങളുള്ള സമയമാണ്. അതുപോലെ തിന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളത് നിർത്തിക്കൊള്ളൂ, അത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു. ഇത് നമ്മുടെ ബോധമണ്ഡലത്തിൽ സദാസമയവും മുഴങ്ങേണ്ട നാദം തന്നെ ആയിരിക്കണം. അല്ലാഹു ജനങ്ങളെ അഗ്നിയിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇത് എല്ലാ രാത്രിയിലും തുടരുന്നതാണ്. അപ്പോൾ അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ അനേകം സുവിശേഷങ്ങളാണ് ഈ റമദാനെ സംബന്ധിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിൽ ഈ പരിശുദ്ധ റമദാനിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതിനനുസൃതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ ജുമാ ഖുതുബയിൽ പറഞ്ഞതുപോലെ നാം ചെയ്യുന്ന ഓരോ ദാനധർമ്മത്തിനും അല്ലാഹു തആല പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് 10 ഇരട്ടിയാണ്. അപ്പം 100 രൂപ ഒരാൾ അല്ലാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ചാൽ അവൻ 700 രൂപ ചെലവഴിച്ചതിന് തുല്യമായി. പക്ഷേ ആ 700 10 ഇരട്ടി മുതൽ
അത് 700 ഇരട്ടി വരെ ആകാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും അല്ലാഹുവിൻ്റെ വഴിയിൽ കഴിയുന്നവർ ചിലവഴിക്കുവാൻ പരിശ്രമിക്കുക. അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ഇഹലോകത്തും പരലോകത്തും അല്ലാഹു തആല നമുക്ക് തരിക തന്നെ ചെയ്യും എന്ന് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ റമദാൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കിട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.